ഹായ്, എല്ലാവർക്കും മനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു സ്നാക്സ് ഉണ്ടാക്കിയാലോ? നല്ല ചൂട് മുട്ട ബജിയും അതിൻ്റെ കൂടെ ഒരു അടിപൊളി കട്ടൻ ചായയും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ മുട്ട ബജിക്കായിട്ട് ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പുഴുങ്ങി വെച്ചിരിക്കുകയാണ്. ഈ ഓരോ മുട്ടയും നമുക്ക് 4 പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. 4 ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ മുട്ടയെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 16 പീസ് ഉണ്ട് കേട്ടോ. ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു മാവ് ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗൾ എടുക്കാം. അതിനകത്തോട്ട് 1/4 കപ്പ് കടലമാവിടാം. ഇനി ഇതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. ആദ്യം ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കുറുകിയ ഒരു മാവായിട്ട് കലക്കിയെടുക്കാം. മാവ് ഒരുപാട് ലൂസായി പോകരുത്. മുട്ടയിൽ കോട്ട് ചെയ്യുമ്പോൾ പിടിച്ചിരിക്കത്തില്ല. നമ്മൾ എണ്ണയിലിടുമ്പോൾ അതങ്ങ് ഒലിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുറുകിയ ഒരു മാവായിട്ട് തന്നെ മിക്സ് ചെയ്യണം. പിന്നെ കടലമാവിൽ കുറച്ച് ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അങ്ങ് ഉടച്ച് നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു മാവായിട്ട് കലക്കിയെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ കുറുകിയ മാവായിരിക്കണം, എന്നാലേ മുട്ടയിൽ അത് നന്നായിട്ട് കോട്ട് ചെയ്ത് ഇരിക്കത്തുള്ളൂ. ഇനി ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ പിടിയാണ് ചേർക്കുന്നത്. മല്ലിയിലയ്ക്ക് പകരം കറിവേപ്പില ആയാലും നല്ലതാണ്. ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബജിക്കുള്ള മാവ് റെഡി. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മുട്ട ഇതിനകത്ത് നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാനിൽ ഞാൻ ആവശ്യത്തിനുള്ള എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. എണ്ണ അത്യാവശ്യം ഒന്ന് ചൂടായതിന് ശേഷം ഇത് ഇടാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ആ മാവങ്ങ് ഒലിച്ചു പോവും. അപ്പോൾ ഒരു പീസ് മുട്ട എടുത്തിട്ട് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ച മാവിൽ ഇതുപോലെ കോട്ട് ചെയ്ത് എടുക്കാം. ഈ മുട്ടയുടെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ആയിട്ട് ഇളകി പോകത്തില്ല കേട്ടോ. നമ്മൾ ആ മാവിലങ്ങ് കോട്ട് ചെയ്യുമ്പോൾ തന്നെ ആ മഞ്ഞ അതിനകത്ത് അങ്ങ് പിടിച്ചിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് മുട്ടയെല്ലാം കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സമയത്ത് ഒരു 4-5 എണ്ണം ഇട്ടാൽ മതി കേട്ടോ, ഒരുപാട് ഒരുമിച്ചിടണ്ട. പിന്നെ എണ്ണയുടെ ചൂട് എപ്പോഴും ഒരു മീഡിയത്തിലായിരിക്കണം കേട്ടോ. ഒത്തിരി കൂടിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പുറമേയൊക്കെ അങ്ങ് ബ്രൗൺ ആയിപ്പോവും. നമ്മൾ ഈ ഇടുന്ന സമയം കൊണ്ട് തന്നെ ചിലപ്പം പുറത്തങ്ങനെ ബ്രൗൺ കളറായിപ്പോവും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി. തീ ഒത്തിരി കൂടാനും പാടില്ല, ഒരുപാട് കുറയാനും പാടില്ല. പിന്നെ ഉള്ളിലൊന്നും വേവാനില്ലല്ലോ, പുറമേയുള്ള കോട്ടിങ് മാത്രം ഒന്ന് വെന്താൽ മതി. അപ്പോൾ പെട്ടെന്ന് റെഡിയാവും. അപ്പോൾ ഞാനിതുപോലെ 5 എണ്ണം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് ഒന്ന് ബ്രൗൺ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം. പുറമേ ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്യണം. ഇത് ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ചെറിയൊരു ഗോൾഡൻ കളർ വന്നു. ഇത് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ അതെ, മുട്ട ബജിയെല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തു. ഇനി നമുക്ക് പെട്ടെന്നൊരു കട്ടൻ ചായയും കൂടി ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഞാൻ ഇതുപോലൊരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് വെള്ളമാണ് എടുത്തത് കേട്ടോ. ഇനി നല്ലൊരു ഫ്ലേവറിനായിട്ട് 3 ഏലക്കയും 4 ഗ്രാമ്പൂവും ചേർക്കാം. ഈ വെള്ളം ഇനി ഒന്ന് നന്നായി ചൂടായി വരണം. ഇനി വെള്ളം ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ അതിനകത്തേക്ക് ഒരു പുതിനയില ഇട്ട് കൊടുക്കാം. പുതിനയില ചേർക്കുമ്പം ചായക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. പക്ഷെ കൂടി പോരുത് കേട്ടോ, 1-2 ഇല ചേർത്താൽ മതി. ഇനി ഇപ്പോൾ വെള്ളം നല്ലതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്ത് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം കേട്ടോ. മധുരം എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് വെട്ടിത്തിളയ്ക്കുന്നുണ്ട്. ഈ സമയത്താണ് നമ്മൾ ചായപ്പൊടി ചേർക്കേണ്ടത്. പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി നേരം നമ്മൾ തിളപ്പിക്കത്തില്ല. അപ്പോൾ വെള്ളം ആദ്യം നല്ലതായിട്ട് ഇങ്ങനെ വെട്ടി തിളച്ചതിന് ശേഷം മാത്രം പൊടി ഇട്ടാൽ മതി. കാരണം ഒത്തിരി സമയം തിളപ്പിച്ചാൽ ചായക്ക് ഒരു കയ്പ്പ് വരും.
അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ പൊടിയാണ് ചേർക്കുന്നത്. അത്ര മതി കേട്ടോ. പൊടിയുടെ അളവ് കൂടിയാലും കട്ടൻ ചായയ്ക്ക് ഒരു കയ്പ്പ് വരും. ആദ്യം നമ്മൾ ഈ പൊടി ഇടുമ്പം ഇതിന് കടുപ്പം ഇല്ലാത്ത പോലെ തോന്നും, കുറച്ചല്ലേ ഇട്ടത്. പക്ഷേ പെട്ടെന്ന് തന്നെ അതിൻ്റെ കടുപ്പം വരും, നിറവും മാറും. അപ്പോൾ നിറം കുറഞ്ഞു പോയി എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരുപാട് പൊടി ഇടണ്ട. ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന ചായപ്പൊടി തീരെ കടുപ്പമില്ലാത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 1-2 നുള്ളും കൂടിയൊക്കെ കൂടുതൽ ചേർക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ കട്ടൻ ചായ റെഡി. ഇത് നമുക്കിനി ഗ്ലാസ്സിലോട്ട് മാറ്റാം. അപ്പോൾ അതേ നല്ല ചൂട് മുട്ട ബജിയും അടിപൊളി കട്ടൻ ചായയും റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ റെസിപ്പി ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ബൈ.